Yes. Hello everyone. Welcome to Riles Academy. സീറ്ററ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ പുതിയൊരു അപ്ഡേഷൻ സീറ്ററ്റുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. 25 ഓഗസ്റ്റ് 2026, അതായത് ഇന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്? ഓക്കെ, ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും എക്സാം ഡേറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് പ്രധാനമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ജസ്റ്റ് നോക്കാം കേട്ടോ. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ സീറ്ററ്റുമായി ബന്ധപ്പെട്ടിട്ട് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്നുള്ള ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ PYQ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എഡീഷണലി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ എന്താണ് നമുക്ക് ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ പുതിയൊരു നോട്ടിഫിക്കേഷനിൽ എന്താണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ സബ്ജക്ട് എന്താണ്? ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലെ, ഓപ്പർച്യൂണിറ്റി ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ദി 22nd എഡിഷൻ ഓഫ് സീറ്ററ്റ് അല്ലെ. ഇനി വരാൻ പോകുന്ന 22nd എഡിഷൻ വരുന്ന 22nd എഡിഷൻ ആണ്. ഈ ഒരു എക്സാമിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. അതായത് സബ്മിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് നമുക്ക് കഴിഞ്ഞ എക്സാം 21st എഡിഷൻ, അതായത് തൊട്ട് മുന്നേ നടന്ന സീറ്ററ്റ് എക്സാമിന്റെ റിസൾട്ട് 30th മാർച്ച് 2026 അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇനി വരാൻ പോകുന്ന സീറ്ററ്റിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തത് 11/5/2026 മുതൽ 10/6/2026 അല്ലെ. അതായത് പിന്നെ മെയ് 11 മുതൽ ജൂൺ 10 വരെ ആയിരുന്നു മുന്നേ, അതായത് ഇനി വരുന്ന സീറ്ററ്റിന്റെ ആപ്ലിക്കേഷന്റെ പോർട്ടല് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ എന്തായിരുന്നു, സുപ്രീം കോർട്ടില് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കേസുകൾ ആ സമയത്ത് ഒരു അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പിന്നെ അതായത് ഇപ്പൊ ഒരുപാട് എന്താണ് ഈ ടീച്ചിങ് എലിജിബിലിറ്റിയുടെ ഒരു നിയമം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റൂൾസുകൾ ഒരുപാട് പിന്നെ സ്റ്റേറ്റുകൾ ഇമ്പോർട്ടന്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ടീച്ചിങ് എക്സാം ഇപ്പൊ കാറ്ററ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാറ്ററ്റ് ഇപ്പൊ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് എലിജിബിലിറ്റി പിന്നെ ടെസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ എക്സാമിന്റെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോർട്ടിൽ ഒരു അപ്പീൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്പീലിന്റെ ഒരു വേർഡിക്റ്റ്, അതായത് ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ഇൻ വ്യൂ ഓഫ് ദി എഫോസൈഡ് ആൻഡ് ഇൻ ദ ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്, ഈ കേസിന്റെ പിന്നെ ഫൈനൽ ഔട്ട്പുട്ട് പ്രകാരം അതുപോലെ തന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു പ്രൊവൈഡ് എൻ ഓപ്പർച്യൂണിറ്റി that application window by opening the online application portal from 25/8/2026 to 1/9/2026 അല്ലെ. അതായത് 25 ഇന്ന് മുതൽ, അതായത് ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 1 വരെ എന്താണ് പോർട്ടല് വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതാണ് പ്രധാനമായിട്ട് പോർട്ടലിന്റെ ഓപ്പണും അതുപോലെ തന്നെ ഓൺലൈൻ സബ്മിഷന്റെ എക്സ്റ്റൻഷനുമായിട്ട് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യണമെന്നില്ല, നോ നീഡ് ടു അപ്ലൈ അഗൈൻ. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഓൾറെഡി മുന്നേ കൊടുത്ത ആപ്ലിക്കേഷൻ വാലിഡ് ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ച് നോക്കാം കേട്ടോ. ദ റിവൈസ്ഡ് ഡേറ്റ് ഓഫ് 22nd എഡിഷൻ ഓഫ് സീറ്ററ്റ് എക്സാമിനേഷൻ വിൽ ബി അനൗൺസ്ഡ് ആഫ്റ്റർ ദി ക്ലോഷർ ഓഫ് ദി പോർട്ടൽ. അതായത് സെപ്റ്റംബർ 1 ശേഷം, കാരണം അന്നാണ് ഈ പറയപ്പെടുന്ന പോർട്ടൽ ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴാണ് ഈ 22nd എഡിഷൻ ഓഫ് സീറ്ററ്റ് എക്സാമിനേഷൻ നടക്കുക എന്നുള്ളത് ഒഫീഷ്യലി ആ ഒരു സമയത്താണ് പറയാം. അതിന് 1 month ആണോ 15 days ആണോ എന്നൊക്കെ നമുക്ക് എന്താണ് ആ ഒരു സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഒഫീഷ്യൽ അപ്ഡേഷനിലൂടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് 3 അപ്ഡേഷൻസ് ആട്ടോ. ഒന്നെന്തായിരുന്നു, ഒന്ന് 25 to സെപ്റ്റംബർ 1 വരെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്, പിന്നെ ഓൾറെഡി അപ്ലൈ ചെയ്ത ആളുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി അപ്ലൈഡ്, ദർ ഇസ് നോ പോയിന്റ് ഓഫ് അപ്ലൈങ് അഗൈൻ. പിന്നെന്താണ്, ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് എപ്പോഴാണ് വരിക, സെപ്റ്റംബർ 1 ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുക, സീറ്ററ്റുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ഒരു ഇതിന്റെ എക്സാമിനേഷന്റെ ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് സെപ്റ്റംബർ 1 ശേഷമാണ് ഫിക്സ് ചെയ്തിട്ട് പറയാനുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പം ഇന്ന് വന്ന അപ്ഡേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ. ഓക്കെ, സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ആളുകൾ എന്ത് ചെയ്യാം, പിന്നെ മാക്സിമം പെട്ടെന്ന് സ്പീഡാക്കുക. ഓക്കെ, നമുക്ക് പിന്നെ എപ്പോഴും നമ്മളെ എക്സാമിനേഷന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു ഹോപ്പ്ലെസ് ആവാൻ പാടില്ല. നമുക്ക് എന്താണ്, അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, ഗോൾഡൻ മൊമെന്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി ആ ഒരു സമയം നമുക്ക് പിന്നീട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, മാക്സിമം PYQs MCQs കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ ഒരു ടൈം
കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള PYQ ഡിസ്കഷൻസും ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ CDPയുമായി ബന്ധപ്പെട്ട പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ഇൻ ചെയ്യാം കേട്ടോ. ഓക്കെ, yeah, so that's all about today's session. So we'll see you in the next video. Till then, bye and thanks everyone.